64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ നാടകവേദിയിലാണ്. എന്നത്തെയും പോലെ നാടകവേദി സദസ്സ് അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന SNDP യോഗം ഹയർ സെക്കൻഡറി സ്കൂൾ നീരാവിൽ നിന്ന് വന്ന കുട്ടികളും അവരുടെ ആശാനുമാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ നാടകം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാടകം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നാടകം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കഥയാണ് പറയുന്നത്. കടലിൻ്റെ അടിത്തട്ടിലെ നിശബ്ദരായിട്ടുള്ള മീനുകളുടെ ജീവിതമാണ്. കടലിൻ്റെ അടിത്തട്ടിൽ ഒരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടെന്നും ഒരു സ്വർണ്ണമീനുണ്ടെന്നും ആ സ്വർണ്ണമീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നീണ്ടകരയിലുള്ള മനുഷ്യരൊക്കെ കടലിലേക്ക് ബോട്ടിറക്കണതും ഒക്കെയാണ് കഥയിൽ വരുന്നത്. പക്ഷേ അതൊന്നും അവിടുത്തെ മുക്കുവന്മാർക്ക് വേണ്ടിയിട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ അല്ല. മത്സ്യസമ്പത്ത് മുഴുവനും ഏതെങ്കിലും ഒരു മുതലാളിയെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ചില മുതലാളിമാരെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കടൽ തന്നെ മലിനമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ നാടകത്തിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. നാടകത്തിൽ അഭിനയിച്ച അഭിനേതാക്കളാണ് കൂടെയുള്ളത്, നല്ല സ്മാർട്ടായിട്ടുള്ള കുറച്ച് കുട്ടികൾ. അപ്പോൾ നമുക്കിതിൽ ജില്ലയിൽ ബെസ്റ്റ് ആക്ടറായ ഇതിലൊരു പ്രധാന വേഷം ചെയ്ത കുട്ടിയോട് ചോദിക്കാം, എന്ത് വേഷമാണ് നാടകത്തിൽ? സ്വർണ്ണമീനായിട്ടും ഒരു സാധാരണ പെൺകുട്ടിയായിട്ടും ചെയ്തത്. പ്രാക്ടീസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ട്യൂഷനും ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് രാത്രി വരെയും, പിന്നെ ശനി ഞായറൊക്കെ നമ്മൾ രാവിലെ തൊട്ടിട്ട് രാത്രി വരെയും ചെയ്യലുണ്ട്. ആരും മീനുകൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മീനുകൾ തന്നെ ടോപ്പിക്കായിട്ട് എടുത്തു. സ്കൂളിനോട് ചേർന്ന് തന്നെയുള്ള സാംസ്കാരിക കേന്ദ്രമാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് മുഴുവൻ നടക്കുന്നത് കലാകേന്ദ്രത്തിൽ തന്നെയാണ്. കാര്യം സിനിമയല്ല, എനിക്ക് നാടകം കളിച്ചിട്ടേ ഞാൻ സിനിമ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ഷൂട്ട് വരെ നിർത്തി വെച്ചിട്ടാണ് ഇതിനകത്തൊരു കഥാപാത്രം നമ്മുടെ അഭിരാം. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാലെടുത്ത് വെച്ചത് തന്നെ നാടകത്തിനകത്ത്. വന്ന വഴി മറക്കരുതല്ലോ. ഏത് സിനിമയിൽ അഭിനയിക്കുന്നത്? കൂടാലി. നാടകമാണ് ഇഷ്ടം? രണ്ടും ഇഷ്ടം. ഇത്തരത്തിലുള്ള നാടകവേദികളും അതുപോലെ ഇത്തരം കുരുന്നുകളും ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളതും ഇങ്ങനെയുള്ളൊരു നല്ല നാളെയാണ് ഞങ്ങൾ എല്ലാവരും